പാവനാത്മാവേ എന്നിൽ വന്നു നിറയണമേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ, പുത്തനുണർവെനിക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവിന്റെ കരുണയുടെ മണിക്കൂറിൽ ദിവികാരുണ്യ സന്നദ്ധിയിൽ ഈശോയുടെ കൂടെ നമ്മളായിരിക്കുമ്പോൾ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ വേദനകളോടും വിഷമങ്ങളോടും എല്ലാ ഭാരങ്ങളോടും ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. എനിക്ക് വേണ്ടി അളവറ്റ കരുണയോടെ കാത്തിരിക്കുന്ന കർത്താവ്, അർഹിക്കുന്നതിലും അധികം സ്നേഹം തന്ന്, ഞാൻ ആഗ്രഹിച്ചതിലും ചോദിച്ചതിലും അധികം സ്നേഹം എനിക്ക് തന്ന് എന്നെ പരിപാലിക്കുന്ന എൻ്റെ ഈശോ. ഒരുപക്ഷെ ഞാനത് തിരിച്ചറിഞ്ഞു എന്ന് വരുന്നില്ല. പലപ്പോഴും കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. പലപ്പോഴും കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എനിക്ക് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എൻ്റെ കർത്താവ് എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. കർത്താവിനോട് കാണിക്കുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ, അവിടുത്തെ വലിയ കൃപയുടെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ഒരു ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യ സന്നദ്ധിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരുന്നാലും, നിങ്ങൾ പലയിടങ്ങളിലായിരുന്നു കൊണ്ടായിരിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, എല്ലാം മറന്ന് ഈശോയുടെ സന്നദ്ധിയിലായിരിക്കാൻ നമുക്കൊന്ന് സാധിക്കട്ടെ. മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് കർത്താവിനോട് കൂടെയായിരിക്കുന്ന ഈ ഒരു നിമിഷം, ജീവിതത്തിൽ ആ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന വഴികളെ ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. എനിക്കെൻ്റെ ജീവനെ തന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും എനിക്കായിട്ട് കരുതി വെച്ച കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ മഗ്ദലേന മറിയത്തെ ഓർക്കുന്ന ദിവസമാണ്. നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ടുമുട്ടുന്ന ഏതാനും ചില സ്ത്രീ കഥാപാത്രങ്ങളിൽ ഉള്ള കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ മഗ്ദലേന മറിയം. വിശുദ്ധ മഗ്ദലേന മറിയത്തിൻ്റെ ജീവിതം തന്നെ എടുത്താൽ കർത്താവിൻ്റെ കരുണയുടെ ആഴം നമുക്ക് എത്രയേറെ എന്ന് വളരെ അധികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സുവിശേഷങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈശോയുടെ ജീവിതം കാണിക്കുന്ന ഒരു വെബ് സീരീസാണ് ചോസൻ. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ മഗ്ദലേന മറിയത്തിൻ്റെ ജീവിതത്തെ ചിത്രീകരിച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. ഒത്തിരി പൊസസ്ഡ് ആയിട്ടുള്ള പൈശാചിക ബാധയിൽ തൻ്റെ ജീവിതം ഇങ്ങനെ വല്ലാതെ വീർപ്പ് മുട്ടുന്ന പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മഗ്ദലേന മറിയത്തെ കാണിക്കുകയും മഗ്ദലേന മറിയത്തിൽ നിന്ന് ആ ഒരു പിശാചിൻ്റെ ബാധയെ ഒഴിപ്പിക്കാൻ, അവളെ സ്വതന്ത്രയാക്കാനും സൗഖ്യപ്പെടുത്താനും നിക്കോദേമോസ് പോകുന്നു. പക്ഷെ നിക്കോദേമോസിന് അതിന് സാധിക്കുന്നില്ല. ഇത് മനുഷ്യർക്ക് സാധ്യമല്ല, നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോരുന്ന നിക്കോദേമോസിനെ നമ്മൾ കാണുക. പിന്നീടാണ് കർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അവൾ സൗഖ്യമാക്കപ്പെടുന്നതുമെല്ലാം. സുവിശേഷങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് അവളിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കിയെന്നൊക്കെ. ഇതറിഞ്ഞ നിക്കോദേമോസ് എങ്ങനെ അവൾ സൗഖ്യപ്പെട്ടതെന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവളോട് ഇത് ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെയാ സുഖപ്പെട്ടത്? നീ എന്തെങ്കിലും ഓർക്കുന്നുണ്ട്? അവൾ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. പക്ഷെ എനിക്കറിയാം, ഞാനിന്നൊരു പുതിയ വ്യക്തിയാണ്. കഴിഞ്ഞകാല ജീവിതത്തിലായിരുന്ന ഒരാളേ അല്ല ഞാനിന്ന് മൊത്തമായിട്ട് എൻ്റെ ജീവിതം മാറി. ഇതിന് കാരണമായത് ഒരേ ഒരാളാണ്, നസ്രത്തിലെ ഈശോ. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിനിടയിൽ, ഞാൻ ഇന്നായിരിക്കുന്ന ജീവിതത്തിനുമിടയിൽ ആ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയ, എന്നെ ഇത്രയേറെ എൻ്റെ ജീവിതത്തിൽ ഒരു യു ടേൺ കൊണ്ടുവന്ന, എന്നെ പുതിയൊരാളാക്കി മാറ്റിയ വ്യക്തി ഈശോയാണ് നമ്മൾ പറയുക. പിന്നീട് വീണ്ടും കുറേ കഴിയുമ്പോൾ, കുറേ എപ്പിസോഡുകൾക്ക് ശേഷം ഈ മഗ്ദലേന മറിയം വല്ലാണ്ട് തേങ്ങൽ അനുഭവിക്കുക. അവൾ പറയാണ്, ഈശോ എന്നിൽ നിന്നും ആഗ്രഹിച്ച ഒരു ജീവിതം ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സുഖങ്ങൾ എവിടെയൊക്കെ അവളിങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. അവളിങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ട് ഈശോയുടെയും ശിഷ്യന്മാരുടെയും കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഓടിപ്പോവുക. ആരും കാണാതെ അവൾ തനിച്ച് ഒളിച്ചോടുവാണ്. അപ്പോൾ ശിഷ്യന്മാരൊക്കെ അങ്ങനെ അവളെ തപ്പി ഇറങ്ങുവാണ്, അവൾ എവിടെയാണെന്നറിയാൻ.
ഒരിക്കൽ അവള് ഇങ്ങനെ മദ്യപിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവളെ തൊട്ടിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്കല്ല, നിനക്ക് നല്ലതിനല്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ടായിരുന്നു. വീണ്ടും അവളിങ്ങനെ അതേ ഇടങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ അവൾക്കറിയാം കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഓരോരോ പ്രലോഭനങ്ങൾ അവിടെ മാടി വിളിക്കുന്നുണ്ട്. അതിലേക്ക് തിരിച്ചു പോകാൻ അവൾക്ക് മനസ്സ് വരുന്നുമില്ല. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ചേർന്ന് നിൽക്കാൻ അവൾക്ക് പറ്റുന്നുമില്ല. അങ്ങനെ അവസാനം അവളെ മഗ്ദലന മറിയത്തെ തിരികെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ മഗ്ദലന മറിയ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണ, കർത്താവേ, ഐ ഫെയിൽഡ് യു. നീ എന്നിൽ തന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നീ എന്നിൽ അർപ്പിച്ച ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, നീ എനിക്കൊരു പുതിയ ജീവിതം തന്നു. പക്ഷേ എന്നിട്ടും നീ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ എനിക്ക് പറ്റിയില്ല. ഈശോ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, ആരാ പറഞ്ഞത് ഞാൻ നിനക്ക് ജീവിതത്തിനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന്? ആരാ പറഞ്ഞത് നീ എൻ്റെ പ്രതീക്ഷകൾ തകർത്തുവെന്ന്? മഗ്ദലന മറിയം പറഞ്ഞു, എനിക്ക് നിനക്ക് തരാനൊന്നുമില്ല. അപ്പോൾ ഈശോ മഗ്ദലന മറിയത്തിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ ഹൃദയം മതി. പിതാവിന് നിന്റെ ഹൃദയം മാത്രം നീ കൊടുത്താൽ മതി, അതിൽ കൂടുതലൊന്നും പിതാവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ മഗ്ദലന മറിയത്തെ പോലെ തന്നെ നമ്മുടെ ജീവിതം കർത്താവിലേക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു 180 ഡിഗ്രി തിരിഞ്ഞു വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നടക്കുന്ന ചില വഴികൾ എന്നെ കർത്താവിൽ നിന്നും അകലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ ചില ഇഷ്ടങ്ങൾ, എൻ്റെ ചില കൂട്ടുകെട്ടുകൾ, എൻ്റെ ചില പിടിവാശികൾ, ശരിയെന്ന് തോന്നി ഞാൻ കരുതുന്ന പല കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ എന്നെ കർത്താവിൽ നിന്ന് അകലേക്ക് കൊണ്ടുവരുമ്പോൾ മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവ്, പാവനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവ് എൻ്റെ ജീവിതത്തിലും ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. നമ്മൾ കർത്താവിനെ അതിന് അനുവദിക്കണമെന്ന് മാത്രം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം വരണമെങ്കിൽ അത് കർത്താവിലൂടെ ആയിരിക്കണം. കർത്താവ് എന്നിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. കർത്താവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് എൻ്റെ പൂർണ്ണമായ ഒരു ഹൃദയ സമർപ്പണം മാത്രം. നീ എന്നെ സ്നേഹിക്കാൻ തയ്യാറാണോ? പത്രോസിനോട് ഈശോ ചോദിച്ചില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ പിന്നാലെ വരാൻ നീ തയ്യാറാണോ? എന്നിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ഒരു ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സമ്മതമാണ്. പരിശുദ്ധ കന്യകാമറിയത്തോടും പിതാവ് ചോദിച്ചത് ഈ ഒരു കാര്യം മാത്രമാണ്, നീ റെഡിയാണോ? ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും. എൻ്റെ കഴിവിൽ ആശ്രയിച്ചോ എൻ്റെ ക്വാളിറ്റീസ് കണ്ടിട്ടോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടോ അല്ല ദൈവം എന്നെ ഞാനാക്കി മാറ്റുന്നതും എന്നെ സൗഖ്യപ്പെടുത്തുന്നതും എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതും ഒന്നും. എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കമ്മിറ്റ്മെൻ്റാണ്, ആ ഒരു സമർപ്പണമാണ്. മറ്റെല്ലാത്തിനേക്കാളും ഉപരി കർത്താവെ, ഞാൻ നിന്നെ ശരണപ്പെടുന്നു. കർത്താവ്, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, എല്ലാത്തിലും ഉപരിയായി ഈ ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അതുമാത്രമാണ് കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പരിശുദ്ധ കുർബാനയുടെ വായനയുടെ ഭാഗത്തൊക്കെ മഗ്ദലന മറിയത്തോട് കർത്താവ് പേരെടുത്ത് വിളിക്കുവാണ്, മറിയം. ഇത് തന്നെയാണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ആദ്യമുണ്ടായ അനുഭവം. കർത്താവ് അവളെ സുഖപ്പെടുത്തിയപ്പോൾ ഉറപ്പായിട്ടും അവളെ അന്ന് പേര് വിളിച്ചു മറിയം. ഇന്ന് തോട്ടത്തിൽ നിൽക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതി കരഞ്ഞ് 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 അവളുടെ കണ്ണുകൾ മൂടിപ്പോയി. കർത്താവിനെ അവൾ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ കർത്താവിൻ്റെ സ്വരം അവൾ തിരിച്ചറിഞ്ഞു. അന്ന് എന്നെ സുഖപ്പെടുത്തിയപ്പോൾ അവൻ എന്നെ വിളിച്ച പേര് ഇന്ന് കർത്താവ് വിളിച്ചു മറിയം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞല്ലേ, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, അവ എന്നെ അറിയുന്നു, അവ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലോട്ട് നോക്കുമ്പോൾ ഞാൻ മൂടി വെച്ചിരിക്കുന്ന ഒത്തിരിയേറെ സീക്രട്ടുകളുണ്ട്. ആർക്കും കൊടുക്കാതെ, ആർക്കും പങ്കിട്ട് കൊടുക്കാതെ ഞാൻ തന്നെ ചുമന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ ഭാരങ്ങളുണ്ട്. ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ തുനിഞ്ഞിറങ്ങുന്ന, എന്നെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരിയേറെ കിടങ്ങുകളുണ്ട്. ഇതൊന്നും കർത്താവിന് അജ്ഞാതമല്ല. പക്ഷെ കർത്താവ് നിന്റെ ഹൃദയത്തെ അറിയുന്നു, നിന്നെ അറിയുന്നു. നീ കർത്താവിന് നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ ആ ഹൃദയത്തെ സുഖപ്പെടുത്താൻ കർത്താവിന് പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? കർത്താവിന് എൻ്റെ ഹൃദയം കൊടുക്കാതെ എന്നെ ഞാൻ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നു.
എൻ്റെ ശരികൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ വഴികളിലൂടെ എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെന്നെ സ്നേഹിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ മുമ്പിൽ വില കിട്ടുവാൻ ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ മുൻപിൽ സക്സസ്ഫുൾ ആണെന്ന് കാണിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെനിക്ക് വില തരാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അത്തരം തീരുമാനങ്ങളിൽ നിന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ശപഥങ്ങളും നമ്മുടെ തീരുമാനങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക. മഗ്ദലന മറിയത്തെ പോലെ പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന ഈശോ നിന്നെ വിളിച്ചിട്ട് പറയാണ്, നിന്റെ ഹൃദയം എനിക്ക് തരാവോ? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിന്റെ ഹൃദയം എനിക്ക് തരാവോ? നിന്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായ സമർപ്പണം എനിക്ക് തരാവോ? നിന്റെ സ്നേഹം എനിക്ക് തരാമോ? മഗ്ദലന മറിയത്തോട് ഈശോ പറയുന്നുണ്ട്, എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞത് മഗ്ദലന മറിയത്തോട് എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക? വേറെ ആരോടും കർത്താവ് ഒരു വചനം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മഗ്ദലന മറിയം തൻ്റെ കർത്താവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഈശോ മറിയത്തോട് പറയുകയാണ്, എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്നതിനെയും നമുക്ക് താല്പര്യമുള്ളതിനെയും നമുക്ക് ഉപകാരമുള്ളതിനെയും നമ്മൾ സ്നേഹിക്കുന്നു എന്ന് കരുതി ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന പലതിനെയും സ്വന്തമാക്കുന്നതാണ് സ്നേഹമെന്ന് നമ്മൾ കരുതുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ഞാൻ സ്നേഹിക്കുന്നവരെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതല്ല യഥാർത്ഥ സ്നേഹം. ഒരു 4-5 വയസ്സുള്ളൊരു കൊച്ചിനോട് നിനക്ക് ആ കുരുവിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആ കൊച്ചു ആ കുരുവിനെ ഇഷ്ടമാണെന്ന് പറയും. നിനക്ക് എന്ത് വേണം? എനിക്ക് ആ കുരുവിനെ സ്വന്തമായിട്ട് വേണമെന്ന് പറയാം. കൊച്ചു വിചാരിക്കും ആ കുരുവിനെ എനിക്ക് സ്നേഹമാണ്, അതുകൊണ്ട് ഞാൻ അതിനിങ്ങനെ പൊത്തിപ്പിടിച്ച് എൻ്റെ കൈക്കുള്ളിൽ വെക്കും. അതാണ് ഞാൻ അതിനോട് കാണിക്കാൻ പോകുന്ന സ്നേഹം. കൂട്ടിലിട്ട് ഞാനതിന് തീറ്റ കൊടുക്കും. ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ കൂട്ടിനുള്ളിൽ ആ കുരുവിക്ക് വേണ്ടതെല്ലാം കൊടുക്കും. ആ കുരുവിയെ സ്വന്തമാക്കുന്നതാണ് സ്നേഹമെന്ന് ആ കൊച്ചു വിചാരിച്ചു. എന്നാൽ നിങ്ങളൊരു വളർന്നൊരു 10, 30, 40 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ കുരുവിയോട് എനിക്ക് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അതിനെ തുറന്ന് ആകാശത്തിലേക്ക് പറക്കാൻ വിടുന്നതാണ് യഥാർത്ഥ സ്നേഹം. തുറവിയോടുകൂടി കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹമാണ് ഈശോ മറിയത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എന്നെ അള്ളിപ്പിടിച്ച് ഞാൻ നിൻ്റേത് മാത്രമാണെന്ന് പറയാതെ നിന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ, എന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ നിനക്ക് സാധിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹമുള്ളതെന്ന് ഈശോ പറയുക. അതുകൊണ്ടാണ് മറിയത്തോട് പറഞ്ഞത്, എന്നെ സ്വന്തമാക്കുന്നത് എന്നെ തടഞ്ഞു നിർത്തുന്നതിലൂടെയല്ല, പിന്നെയോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറിയമേ, പിതാവ് ആഗ്രഹിക്കുന്ന ഞാൻ പോകേണ്ട ഇടത്തിലേക്ക് പോകാൻ നിന്റെ ഹൃദയത്തിൽ നിന്നും നീ എനിക്ക് സ്വാതന്ത്ര്യം തരണം. ഓരോ ശിഷ്യരുടെ അടുത്തു നിന്നും കർത്താവ് ആഗ്രഹിച്ചത്, അവരാരും ആഗ്രഹിച്ചില്ല കർത്താവ് തങ്ങളെ വിട്ടുപോകണമെന്ന്. പക്ഷേ യഥാർത്ഥ സ്നേഹം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈ ഒരു തുറന്നു കൊടുക്കലാണ്. ഈശോയുടെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ ഹൃദയം ഒന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മളായിരിക്കുന്നെങ്കിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നമ്മളൊന്ന് ചിന്തിച്ചേ, സ്നേഹിക്കുന്നു എന്ന് കരുതി ഞാൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന പിടിവാശികളുടെ മേഖലകൾ, വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ജീവിത മേഖലകളും ഏതൊക്കെയാണ്? യഥാർത്ഥത്തിലുള്ള സ്നേഹം പിടിച്ചടക്കലല്ല. യഥാർത്ഥത്തിലുള്ള സ്നേഹം വളരുവാനും പുഷ്പിക്കുവാനുമായിട്ട് അനുവദിക്കലാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം എടുത്തിട്ടല്ല കർത്താവ് എന്നെ സ്നേഹിക്കുന്നത്, പിന്നെയോ അതെല്ലാം മായ്ച്ചു കളഞ്ഞ കർത്താവ് മഗ്ദലന മറിയത്തെ പോലെ നമ്മളെ പുതിയൊരു ജീവിതത്തിലേക്ക് വിളിക്കുകയാണ്. കഴിഞ്ഞതിനെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, കർത്താവ് ഞാൻ ഇന്ന പോലെ പെർഫോം ചെയ്യണമെന്ന് ഒരു സ്റ്റാൻഡേർഡും വെക്കുന്നില്ലെന്ന് തിരിച്ചറിയണം. ആകപ്പാടെ കർത്താവ് എന്നോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കാം. കർത്താവെ, ലോകമാസങ്ങളിൽ നമ്മളെല്ലാ പാപികളെയും അങ്ങയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ വിശുദ്ധിയിലും സ്നേഹത്തിലും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവെ സ്നേഹവും ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരെ ഞങ്ങൾ ഓർത്തു. പ്രത്യേകിച്ചും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, രോഗബാധിതരായി കഴിയുന്നവർ, വേദനയിലൂടെ കടന്നു പോകുന്നവർ, ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവരുടെ ജീവിതത്തെ അങ്ങ് തൊട്ടനുഗ്രഹിച്ച് അവരെ വിശുദ്ധീകരിക്കണമേ. തിരുസന്നിധിയിൽ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട്
കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരം ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,